നല്ല കറുത്ത ചെക്കന്മാർക്ക് വെളുത്ത പെണ്ണാണെങ്കിൽ ആടെ മോനെ ഇജ് ഗോൾ അടിച്ചിട്ടാ പടച്ചോനെ. നേരെ മറിച്ച് വെളുത്ത ചെക്കനിക്ക് കറുത്ത പെണ്ണാണെങ്കിലോ ഇജ് എവിടെ നോക്കിട്ട് ഇവിടെ കെട്ടിയത് പറഞ്ഞ തീമാണ്. എല്ലാ നാട്ടിലും എല്ലാ ജാതി എല്ലാ മതത്തിലും എല്ലാ ജില്ലയിലുണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഇതൊക്കെ കൂടുതലാണുള്ളത്. കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയോടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. അതിലൊന്ന് എന്താണ്, വിധിയാണ്. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ആ വീട്ടിൽ ഒരു മയ്യത്തായിട്ട് എങ്ങനെ ജീവിക്കാം, പൊരുത്തപ്പെട്ട് ജീവിക്കാം. അങ്ങനെയാണ് 99% ആളുകൾ കഴിയണത്. മറ്റൊന്ന്, നിങ്ങൾക്ക് അത്യാവശ്യം തൻ്റെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ കണ്ട സ്വപ്നം ഇങ്ങനെയല്ല, നിറത്തിന്റെ പേരിലോ മറ്റുള്ള പരിഹസിക്കപ്പെടാൻ പാടില്ല, അവിടുന്ന് വിധിയെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോരാ. കുറച്ച് ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ. ജീവിതമാണ്, പരീക്ഷിക്കപ്പെട്ടേക്കാം, തകർക്കപ്പെട്ടേക്കാം. പക്ഷെ കളിയാക്കാനോ പരിഹസിക്കാനോ തകർക്കാനോ ഒന്നും നിന്നു കൊടുക്കരുത്. മനസ്സിലായോ? അതാണ് കല്യാണപ്രായമായിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോ തന്നെ സ്വത്താണ് നോക്കൽ. എന്റെ പൊന്നു മക്കളെ, പെണ്ണിന് വേണ്ടത് സ്വത്താണോ? അല്ലല്ലോ. ഒരു പെണ്ണിന് വേണ്ടത് എന്താണ്? തെങ്ങും പറമ്പും കോട്ടേഴ്സും സമ്പത്തും പീഡിയറും ബസ്സും കാറും ലോറിയും ഒന്നും അല്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ എന്താണ് പെൺകുട്ടിക്ക് വേണ്ടതെന്നുള്ളത്. പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാല് മതിലിന്റെ നീളം മുതൽ കക്കൂസിന്റെ ടാങ്ങിന്റെ വലിപ്പം വരെ നോക്കണ കുടുംബക്കാരാണ്. പെണ്ണിന്റെ മൂത്തൊക്കെ നോക്കൂല. പെണ്ണിന് ഇംഗ്ലീഷ് അറിയോ, മലയാളം അറിയോ, ഹിന്ദി അറിയോ, പെണ്ണിന്റെ പല്ലുമ കമ്പി ഉണ്ടോ, പെണ്ണിന് മുന്നും ഒന്നും നോക്കൂല. കല്യാണം കഴിഞ്ഞാൽ ഓള് പോരാ, പിന്നെ വർത്താനായി. ഉമ്മ എനിക്കവിടെ തീരെ നിൽക്കാൻ പറ്റാന്ന് അറിയും. മോളെ എങ്ങനെയെങ്കിലും ഇവിടെ പൊടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ വീട്ടുകാരാണ്. ഇതേപോലെ കഫീല് അല്ല ഗൾഫിലേക്ക് ജോലിക്ക് പോയതല്ലേ.